ശരീരമായിട്ട് പ്രയാസത്തോടുകൂടെ ആയിരുന്നു. എങ്കിലും അവരെ ഓർത്ത് പ്രാർത്ഥ്യപ്പെടാക്കി. നമ്മുടെ റോമിഷാനും വരാൻ സമയമായപ്പോൾ പ്രാർത്ഥനയ്ക്ക് വരാൻ സമയം ശരീരമായിട്ട് പ്രയാസമായി, എങ്കിലും വരുവാൻ കഴിഞ്ഞില്ല. നമ്മുടെ ദിലീപറിൻ്റെ കുഞ്ഞ് പേര് ജുവാൻ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവർ 2 ആഴ്ചയായിട്ട് പനിയായിരുന്നു. അവർ വരുന്നതും അറിയത്തില്ല, പോകുന്നതും അറിയത്തില്ല. അതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് അജ്ഞാതമാണ്. സ്വന്തം ഇല്ല. എങ്കിലും അവർക്ക് വന്ന ആ രോഗം അറിയിച്ചു, ഓർത്ത് പ്രാർത്ഥിപ്പാടിയാക്കി. എങ്കിലും ദൈവം കുഞ്ഞിനെ ബലത്തോടെ നിർത്തി ഇന്ന് അവരെ 3 പേരുമായിട്ട് വരുവാൻ കർത്താവിനെയാക്കി. അവർ കൊടുത്ത സൗഖ്യത്തിന് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു നാളില്ലാതെ ചെത്തസിന് പ്രഷർ ഇറങ്ങിയ കൂടെയൊക്കെ ചെയ്യുന്നത് പറയാമെന്ന് ശരി തന്നെ, കേട്ട ശരി തന്നെ സ്വന്തം. അപ്പോൾ ഒരു കൂട്ടായ്മ അതിലേക്ക് ഇറങ്ങും, കൂട്ടായ്മ വരാതിരിക്കുമ്പോൾ കൂടും സ്വന്തം. ഓക്കെ, എങ്കിലും ദൈവം സൗഖ്യത്തോടെ ഇന്ന് രാവിലെ സമയം കൊണ്ടുപോകും. ഞാൻ പറഞ്ഞത് നമ്മുടെ ആരെയും ഒരു ദോഷത്തിന് കർത്താവിടാതെ വണ്ണം കർത്താവ് വഴിയാക്കി. അനേകം വളരെ ദുഃഖത്തിലാണ്, വളരെ പ്രയാസത്തിലാണ്, ദുരിതത്തിലാണ്, മാനസികമായ സംഘർഷത്തിലാണ്. അവിടെയൊക്കെ കൂടാരങ്ങളിൽ പോകുമ്പോഴൊക്കെ കരയാനേ നമുക്ക് പറ്റത്തുള്ളൂ. അത്രയും വേദനിക്കുന്ന വർത്തമാനങ്ങൾ പല കുടുംബത്തിൽ നിന്ന് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യേണ്ടി വന്നു. എങ്കിലും ദൈവം അവർക്ക് ആശ്വാസവും സമാധാനവും കർത്താവ് കൊടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞ വാക്കിതാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥനയും ആത്മീയ കൂട്ടായ്മയുടെ ശക്തി എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ദൈവജനത്തെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓർപ്പിപ്പാടിയാക്കി. അതില്ല എങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന എന്ന ആത്മീയ കൂട്ടായ്മ നമുക്ക് കിട്ടിയില്ലായെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്നുള്ള കാര്യം കൂടി ഞാൻ ഓർപ്പിച്ചു. ഒന്ന് വായിക്കാമോ? 7-ാമത്തെ അവസാനത്തെ വാക്യം, 1-ാമത്തെ വാക്യം. എബ്രായലേഖന 7-ാമത്തെ അവസാനത്തെ വാക്യം. ആ റെഫറൻസ് വായിച്ചിട്ട് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. അത് വായിച്ചു 7-ന്റെ വായിച്ചു. വായിച്ചു അടുത്ത വാക്യം. ഞാൻ ആ 8-ന്റെ അവസാനത്തെ വാക്യം ഒന്ന് നോക്കി ഒരു ചിന്ത ഒന്ന് പറയാൻ കഴിയാണ്. 8-ന്റെ അവസാനത്തെ വാക്യമാണോ നോക്കി? 8-ന്റെ അവസാനത്തെ വാക്യം വരെ ഒന്നാമത്തെ പുതിയതെന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിന് എന്താക്കി? അതൊക്കെ പഴയതാക്കി. അടുത്ത വാക്യം. എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതുമായ, അപ്പോ ആ വാക്ക് പഴയതും പറഞ്ഞേ, ജീർണിക്കുന്നതെല്ലാം നീങ്ങി പോകുവാൻ അടുത്തിരിക്കുന്നതാണ്. പഴയതും പഴയതും ജീർണിക്കുന്നതുമെല്ലാം നീങ്ങി പോകുവാൻ അടുത്തിരിക്കുന്നു. നമുക്കറിയാം, ലേവ്യ പുസ്തകത്തിന്റെ ചരിത്രമാണ്. ഇനി 9-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം അത് വായിച്ച് 9-ാമത്തെ വാക്യം മുതൽ വായിച്ചു. ഞാൻ വായിക്കാം, ആരും വായിക്കണ്ട. എല്ലാരും അവര് വായിക്കട്ടെ, ഇവര് വായിക്കട്ടെ. നിങ്ങൾക്ക് മലയാളം അറിയാൻ സ്വത്രം വായിക്കേ. സ്വത്രം പറയാം. ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും അടുത്ത വാക്യം. ആദ്യ നിലവിളക്ക്, 2 മേശ, 3 കാഴ്ചകൾ മതി. അപ്പൊ ആദ്യ നിയമത്തിനും ആരാധനയ്ക്ക് എന്തുണ്ട്? ചട്ടമുണ്ട്. സ്വത്രം. ഈ ആദ്യ നിയമത്തിന് അത് പഴയ നിയമത്തിനകത്തും ചട്ടമുണ്ട്, പക്ഷെ പുതിയ നിയമത്തിനകത്ത് മറ്റൊരു ചട്ടമാണ്. അപ്പൊ ആദ്യ നിയമത്തിനും ആരാധനയ്ക്ക് എന്തുണ്ട്? ചട്ടമുണ്ട്. ആ ചട്ടത്തിൽ 1-ാമത് ചട്ടമാണ്, ചാട്ടമല്ല, ചാടി ഒരു പരിവായി നിൽക്കുകയാണ്. ഇനി ചാടല്ലേ ദൈവാന്റെ സ്വത്രം. അത് ആദ്യ നിയമത്തിനും ആരാധനയ്ക്കൊന്നും ചട്ടമുണ്ട്. ആ ചട്ടത്തിനകത്ത് ഒരു കാര്യം, ഒന്ന് അവൻ ആദ്യ നിയമത്തെ വന്ന നിയമപ്രകാരം 1 നിലവിളക്കുണ്ട്, 2 മേശയുണ്ട്, 3 കാഴ്ചപ്പുമുണ്ട്. ഇതൊരു ആത്മീക കുടുംബങ്ങളുടെ പ്രത്യേകതയാണ്. സ്വന്തം. അപ്പൊ ഈ നിലവിളക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീകമായ പ്രത്യാശയാണ്. അത് വരുമ്പോഴാണ് പഴയത് ജീർണതന്റേത് മാറും. 2 കൂട്ടായ്മയാണ്. മേശ കൂട്ടായ്മയാണ്. കൂട്ടായ്മ വരുമ്പോൾ നിങ്ങൾ നോക്കൂ, ശ്രദ്ധിച്ച്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ കയറി പോയി. മക്കളെല്ലാം വിദേശത്താണ്. അമ്മച്ചും മാത്രം ഒറ്റയ്ക്ക് ഒരു പട്ടിയും വെച്ചുകൊണ്ടിരിക്കും. ആ വേലക്കാരി വന്ന് ആഹാരം ക്രമീകരിച്ചിട്ട് പോകും. അപ്പം ഞാൻ പോകുമ്പോൾ പോയപ്പോൾ ഭയങ്കര ഒരു എനർജിയാണ്.
ഉന്മേഷമായി. ആ ഉന്മേഷം കണ്ടിട്ട് എന്നെ പാസ് സംസാരിച്ചിരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു ഉന്മേഷം ഉണ്ടായി. അപ്പം ഞാൻ മാത്രം പോയപ്പോൾ ഒരു ഉന്മേഷമായി. രണ്ടുപേരും കൂടി പോയെങ്കിലോ, ഒരു 5-6 പേരും പോയെങ്കിലോ, ഇനി അമ്മച്ചുമായിട്ട് അല്പം ചായ കുടിച്ച് സ്നാക്സ് കഴിച്ചാൽ ഊണ് കഴിച്ചോ സന്തോഷിച്ചെങ്കിലോ അമ്മച്ചിയുടെ ശരീരത്തിലെത്തുന്നുണ്ട് ഒരു ഉന്മേഷം വരും. എന്ന് പറഞ്ഞാൽ ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ ആത്മീകമായ ഓജസ് ഉണ്ടായൂ. അത് വരുമ്പോൾ ജീർണാവസ്ഥ മാറും. ഇനി മൂന്നാമത്തെ വാക്ക് ജീർണം മാറേണ്ടത് മൂന്നാമത്തെ കാര്യം എന്താ? കാഴ്ചപ്പം ദൈവത്തിന്റെ നല്ല വചനമെന്നാ സോദര. അപ്പൊ വചനം വരുമ്പോൾ ജീർണം മാറും. അപ്പൊ ഒന്ന്, ജീർണം മാറാൻ ദൈവത്തിന്റെ പ്രത്യാശ വരുമ്പോൾ ജീർണം മാറും. 2, അങ്ങ് ദൈവത്തിന്റെ കൂട്ടായി വരുമ്പോൾ ജീർണം മാറും. 3, ദൈവത്തിന്റെ നല്ല വചനം വരുമ്പോൾ ആ ജീർണം മാറും. ഇത് 3 നമ്മുടെ ആലയത്തിൽ, നമ്മുടെ കൂട്ടായ്മയിൽ ഉണ്ടായി കഴിഞ്ഞാൽ എന്നും പുതുമയായിരിക്കും, എന്നും പുതുക്കമായിരിക്കും, എന്നും സന്തോഷമായിരിക്കും. ഇത് ഞാൻ 9ാമത്തെ വാക്യം വായിച്ചിട്ട് അടുത്ത വാക്യം, ഇത് വിശുദ്ധ. ആ വാക്ക് വായിച്ചോ. അതിന് വിശുദ്ധ സ്ഥലം. ഏത് വരുമ്പോഴാണ് വിശുദ്ധ സ്ഥലമാകുന്നത്? ഏത് വരുമ്പോഴാണ് വിശുദ്ധ സ്ഥലമാകുന്നത്? നിലവിളക്ക് വരണം. 2, മേശ വരണം. 3, കാഴ്ചപ്പം. ഇത് 3 വരുമ്പോഴാണ് ആ സ്ഥലം എന്താകുന്നത്? വിശുദ്ധ സ്ഥലമായി മാറുന്നത്. ഇത് നമ്മളിലേക്ക് നിൽക്കാം. നമ്മുടെ അകത്തേക്ക് ആത്മീക പ്രത്യാശയുടെ വെളിപ്പാട് വരുന്നുണ്ട്, അതിന്റെ ഓജസ് വരുന്നുണ്ട്. നമ്മുടെ അകത്തേക്ക് വിശുദ്ധ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എന്ന ശക്തി വരുന്നുണ്ട്. 3, ദൈവത്തിന്റെ വചനം വരുന്നുണ്ട്. ഇത് 3 നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ അകത്ത് ജീർണതയല്ല, നമ്മുടെ അകം വിശുദ്ധമാകുകയാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മ നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന വാക്ക് പൗലോസ് പദപ്രകാരം നമ്മുടെ അകത്തേക്ക് ദൈവത്തിന് ചൈതന്യം വരികയാണ്. അവിടെ ഫെലോഷിപ്പ് കൊണ്ട് അവിടെ വിശുദ്ധമായി മാറുകയാണ്. ആ വിശുദ്ധ സ്ഥലത്തേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഓരോ കൂട്ടായ്മയ്ക്ക് എന്ത് വേണം? ദൈവിക പ്രകാശനം വേണം. 2, ദൈവത്തിന്റെ കൂട്ടായ്മ വേണം. ഈ കൂട്ടായ്മ വരുമ്പോ എല്ലാവരും എങ്ങനെ ഇരിക്കണം? കൂട്ടായ്മ വരുമ്പോ പറ, ഇഞ്ചി തിന്ന കുരവനെ പോലെ ഇരിക്കണം. അങ്ങനെ അല്ല, മുഖമൊക്കെ നല്ല മുഖപ്രകാശനം. നീയാണോ കുഴപ്പമാണോ? അതാ ഞാനോ കുഴപ്പം? ഇച്ചിരി നിങ്ങൾ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞത്, ഇത് 3 വരുമ്പോഴത്തെ ഒരു വിശുദ്ധ സ്ഥലമായി മാറും. ഇത് 3 വന്നില്ലെങ്കിലോ അശുദ്ധമായി മാറും. ഇന്ന് രാവിലെ നമ്മെ ദൈവം വിളിച്ചതിന് വേണ്ടിയാണ്. ഇനി ഒരു ദിവസത്തെ കൂട്ടായി മുടക്കി നോക്കി, ഒരു ദിവസത്തെ കൂട്ടായി മുടക്കി നോക്കി, ഓട്ടോമാറ്റിക് ആര് കയറി വരും? അശുദ്ധനായി ശക്തി കയറി വരും. അത് ഭയപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് പറയാം. ഈ ഉപദേശമാർ അതിന് ഭയപ്പെടുന്നു. ഏത് വരുന്നു? അശുദ്ധമാ കയറി വരും. ഈ ഒരുവനേക്കാൾ 20 നല്ല ഈ 2 പേര് ഒന്നിച്ചു പോകുമ്പോഴേ പിന്നെ മറ്റൊന്ന് മൂന്നാമത്തെ സ്പിരിറ്റ് കയറി വരാൻ സാധ്യത ഇല്ല. അതുകൊണ്ടാണ് കൂട്ടായ്മയ്ക്ക് വലിയ പ്രാധാന്യം ബൈബിൾ പറയുന്ന വാക്ക്. ഓക്കെ, എന്റെ ദൂരമല്ല, പക്ഷേ ഞാൻ ആ ചിന്ത കയറി വന്നുകൊണ്ട് മാത്രം ഒന്ന് കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച നമ്മുടെ ഷോനെ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കാൻ തക്ക സമയത്ത് ഈ ഒരു ചിന്ത കയറി വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു 10 മിനിറ്റ് ആ വാക്ക് പറഞ്ഞത് എന്റെ അകത്ത് കിടന്നുകൊണ്ട് ഞാൻ ഒന്നുകൂടെ എന്റെ ഹൃദയത്തോടി വന്നപ്പോൾ ഞാൻ വാക്ക് ആവർത്തിച്ചത് മാത്രമാണ്. പക്ഷെ ഇന്ന് രാവിലെ ഓർത്തോന്നോ, 1 കാഴ്ച, 1 ആ വെളിച്ചം, 2 ആ മേശ, 3 കാഴ്ചയപ്പം. ഇത് 3 ഉണ്ടെങ്കിൽ ആ സ്ഥലത്തിന് വിളിക്കുന്ന വിളി വിശുദ്ധ സ്ഥലമെന്നാണ്. വീട്ടിൽ പോകുമ്പോഴും നാം ഭവനത്തിൽ ഇരിക്കുമ്പോഴും നമ്മൾ നടക്കുമ്പോഴും നാം എപ്പോഴും ഇത് 3 നമ്മൾ ഹൃദയത്തിനകത്ത് കാത്തു സൂക്ഷിപ്പാൻ തക്കവണ്ണം നാം ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നമ്മുടെ കരമേർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാമല്ലോ. ഇന്ന് രാവിലെ ദൈവം എന്നോട് സംസാരിപ്പാൻ പറഞ്ഞ ദൈവിക ദൂത്, ഞാൻ വേറൊരു സബ്ജക്റ്റ് ചിന്തയാണ് എൻ്റെ അകത്ത് ഈ ആഴ്ച സൂക്ഷിപ്പാൻ എൻ്റെ മാനുഷികമായ നിലയിലേക്ക് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷെ ഞാൻ ഇന്നലെ രാത്രിയിൽ ഇങ്ങനെ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഏകാഗ്രത വചനത്തിൽ കാത്തു സൂക്ഷിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു വചനത്തിന് വെളിപ്പാട് കിട്ടിയാൽ അതിൻ്റെ ഇന്നർ ഔട്ട് മാക്സിമം പഠിക്കാനും അതിനെ ഗ്രഹിക്കാനും ആ ദൂരെടുക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്.
അത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് വചനത്തിന്റെ ഏകാഗ്രത നഷ്ടപ്പെടാൻ സാധ്യതകൾ കൃപയാൽ കുറവാണ്. അതുകൊണ്ട് ആ ഏകാഗ്രതയിൽ നിൽക്കുമ്പോൾ ദൈവന്റെ അകത്ത് പ്രകാശിപ്പിച്ചത് എൻ്റെ ചെവിക്കകത്ത് ഓടി വന്ന ശബ്ദം ഞാൻ ഇന്ന് രാവിലെ വായിച്ചിട്ട് ആ ദൂതിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ആ ദൂത് എടുക്കണമേ എന്ന് വിശേഷം ഓർപ്പിക്കുന്നു. വായിക്കാം. ആ ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം വായിക്കാം. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം 1:30 വേഗത്തിൽ ഉറക്കെ വായിച്ചു. മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന പദം. മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന പദം. ഇനി 28-ാമത്തെ വാക്യം കൂടെ ചേർന്ന് വായിച്ചോ. 28-ാമത്തെ വാക്യം. ദൂതൻ അത് വാക്യം കൃപ ലഭിച്ചവനെ അത് വാക്യം. അപ്പൊ 2 വാക്ക്. അവൻ കൃപ ലഭിച്ചവളെ എന്ന വാക്ക് വന്നു. 30-ാമത്തെ വാക്യത്തിൽ ലഭിച്ചവളെ എന്നല്ല, ലഭിച്ചു എന്ന പദം സോദര. അപ്പൊ ഞാൻ അതിന് ദൂതായിട്ട് പറഞ്ഞു. ഒരു സ്കെൽറ്റൻ മെസ്സേജ് വന്നു. അതിപ്പോ എന്തായി സ്കെൽറ്റൻ മെസ്സേജ് എന്തായി? പക്കയായി, അത് റിയലായി മാറി. ഒരു പുക പോലെ വെളിപ്പെട്ടു വന്ന മെസ്സേജിനെ ദൈവം യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നു. അവൻ ഒരു വെളിപ്പാട് മാത്രം ഇറങ്ങി വിടുക മാത്രമല്ല, ആ വെളിപ്പാടിന്റെ റിയാലിറ്റിയിലേക്ക്, അത് യാഥാർത്ഥ്യത്തിലേക്ക് ഇവിടെ വരികയാണ്. 28-ാമത്തെ വാക്യത്തിൽ കൃപ ലഭിച്ചവരെ നിനക്ക് വന്ദനമെന്ന വാക്ക് പറഞ്ഞു നിർത്തുമ്പോൾ 30-ാമത്തെ വാക്യത്തിൽ വന്നു, മറിയയെ നീ ഭയപ്പെടേണ്ട, നിനക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്ന വാക്ക് പറയുന്നു. ഓർത്തു നോക്കണം, ഈ 2 വാക്കിന്റെ ആശയത്തിന്റെ വിശേഷതകൾ ദൈവസഭ ബോധ്യപ്പെടണം. അവൻ പറഞ്ഞു വിടുക മാത്രമല്ല, അത് യാഥാർത്ഥ്യത്തിലേക്ക് വരണം. ഈ 7-ാമത്തെ മാസം 14-ാം ദിവസം ദൈവസഭ വെളിപ്പാടെടുക്കുമ്പോൾ മനസ്സിലാക്കണം, കുറെ വെളിപ്പാടുകളപ്പുണ്ട്, കുറെ പുറമോട്ട് ദൂതുകളപ്പുണ്ട്, കുറെ അറുപപ്പാടുകളപ്പുണ്ട്. വർഷങ്ങൾ പഴക്കമുള്ള ദൂതുകൾ, വർഷങ്ങൾ പഴക്കമുള്ള വെളിപ്പാടുകൾ, വർഷങ്ങൾ പഴക്കമുള്ള ആലോചനകൾ, പ്രവചന ശബ്ദങ്ങളപ്പുണ്ട്. അത് റിയാലിറ്റിയിൽ വന്നതുകൊണ്ട് വരാത്തതുകൊണ്ട്. പക്ഷേ ഈ 2024 7-ാമത്തെ മാസം അത് തീർന്നുമ്പേ അത് റിയാലിറ്റിയിലേക്ക്, അത് യാഥാർത്ഥ്യത്തിലേക്ക് വരണം. അദ്ദേഹത്തെ തലവലിച്ചു പറയാമോ? തലമുറയോട്, കുടുംബത്തോട്, സഭയോട്, ശുശ്രൂഷയോട്, അവൻ കുടുംബത്തോട്, വരുമാനത്തോട്, ശരീരത്തോട് പറഞ്ഞൊരു വാക്കുകളുണ്ട്. അത് ലഭിച്ചവരോട് മാത്രമല്ല, അത് യാഥാർത്ഥ്യത്തിലേക്ക് വേണ്ടതുകൊണ്ട് ഈ മാസം പരിശുദ്ധാത്മാവ് അത് യാഥാർത്ഥ്യ കൈവശമാക്കുക എനിക്ക് അനുഭവം നൽകുന്നുവെന്ന് ഈ രാവിലെ സഖിയോട് പറയാം. Praise the Lord. Praise the Lord. Praise the Lord. കൃപ ലഭിച്ചവനെ എന്ന് പറയുന്നതല്ല, അത് കൃപ ലഭിച്ചവനെ എന്ന് പറയുന്നതല്ല, അത് എന്തിലേക്ക് വരുന്നു? ലഭിച്ചു പാസ്റ്റർ, ഇതാ കിട്ടി, അടുത്ത വർഷം നിനക്കൊരു മകനെ തരും എന്ന് പറഞ്ഞു വിട്ടു. പക്ഷെ തരും എന്ന് പറഞ്ഞു വിട്ട സ്ഥാനത്ത് പിറ്റേ വർഷം ലഭിച്ചു എന്ന വാക്ക് വിട്ടു. പറഞ്ഞ് ഇന്നലെ പറഞ്ഞു തരും എന്ന് പറഞ്ഞു, ദൈവാത്മാവ് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ പിറ്റേ വർഷം എന്ന് പറഞ്ഞു പാസ്റ്റർ കിട്ടി എന്ന് പറയുക. സോദര, അവൻ തരുമെന്ന് പറഞ്ഞ് വെളിപ്പാടാണെങ്കിൽ കിട്ടി എന്ന് പറയുന്നത് അവൻ നമ്മുടെ നാവ് കൊണ്ടാണ്. അവൻ ദൈവത്തിന്റെ വാക്കുകൊണ്ട് പറയും കിട്ടുമെന്ന് പറയുക, നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞ് കിട്ടി എന്ന് പറയുകയാണ്. ഈ രാവിലെ പറഞ്ഞ ദൈവമേ, അവൻ തരുമെന്ന് മാത്രം പറഞ്ഞല്ല, അത് കിട്ടിയെന്ന് പറയത്തക്കവണ്ണ് എങ്ങനെ ദൈവത്തെ നീതി വെളിപ്പെടുത്തുന്നതുകൊണ്ട് പറയാ. ഈ ദിവസങ്ങളിൽ കിട്ടി അവയെ ഭാഷയെ കിട്ടി സഭയെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം തന്നു എന്ന് പറയത്തക്കവണ്ണ് ഒരു അത്ഭുതം ദൈവം തരാൻ പോവുകയാണ്. വിശ്വാസത്തോടെ പറയാ, അവൻ കിട്ടുമെന്ന് മാത്രം അനുവദിക്കുകയില്ല, അവൻ കിട്ടിയെന്ന് പറയത്തക്കവണ്ണ് എന്റെ കയ്യിലോട് അവകാശം കേൾവരികയാണ്. Praise the Lord. നമുക്കതിന്റെ ഒരു ചെറിയ അധികാരം കൂടെ കയറിയിട്ട് നമുക്ക് ഈ വെളിപ്പാടിലേക്ക് വരാം. ഞാനത് നമ്മുടെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റ് ഇട്ടായിരിക്കും നമ്മളെ ശുശ്രൂഷിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചു, ഇന്ന് വെളിപ്പാകലം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നെ പറഞ്ഞ വാക്ക്, 1-ാം ദിവസം ഇതാണ്, 2-ാം ദിവസം ഇന്നതാണ്, 3-ാം ദിവസം ഇന്നത് പ്രസംഗിക്കണം. അപ്പൊ ഇന്ന് രാവിലെ 2 മണിക്ക് ദൈവം എഴുന്നേൽപ്പിച്ച് പറഞ്ഞു, ഇന്ന് ഇത് എന്ന് ദൈവം എനിക്ക് അക്കമില്ല. അപ്പോൾ ഞാൻ പേര് പറയത്തില്ല, പേര് പറഞ്ഞാൽ നിങ്ങൾ ബുദ്ധിമാന്മാരാണ്, നിങ്ങൾ തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കും സ്വത്രം. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇറക്കേണ്ടാണ് സ്വത്രം അല്ലേ.
നമ്മൾ ഒരു എറി മേലോട്ടങ്ങ് എറിയാൻ എടുക്കലാണ്. അത് പാസ്റ്റർ വായന്ന് കിട്ടി അതെപ്പോഴും അറിയാവുന്ന പാസ്റ്ററിന് വായിക്കോട്ടെ. അങ്ങനെ വേണ്ട, ഇവിടെ വന്ന് അനുഭവിച്ച മതി. അതെ സ്വന്തം. അപ്പൊ ഞാൻ പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞ സ്വന്തം അത് കിട്ടും എന്ന് പറയുന്നതല്ല, കിട്ടി എന്ന് പറയണം. അപ്പൊ കിട്ടുമെന്ന് പറയുന്ന ആരാ? പ്രവാചകനും ദൈവവും പറയും കിട്ടി എന്ന്, കിട്ടുമെന്ന്. പക്ഷെ നമ്മൾ പറയും കിട്ടി പാസ്റ്റർ ഇല്ലേ? ശരിയല്ലേ? പറഞ്ഞോ എന്ന് പറഞ്ഞ കിട്ടുമെന്ന് ആര് പറയും? ദൈവം പറയും. ഞാൻ പറയണം കിട്ടിയെന്ന് പറയാം. അപ്പൊ അങ്ങനെ നമ്മൾ ദൂരാക്കത്തെ അങ്ങനെ ഒരു മേഖലയിലേക്ക് നമ്മൾ പറയും. ഈ ലൂക്കോസ് സുവിശേഷത്തിനകത്ത് വലിയ പ്രത്യേകതയുണ്ട്, വലിയ പ്രത്യേകതയുണ്ട്. ഞാൻ അത് ആധികാരിക പ്രസംഗം ജസ്റ്റ് ഒന്ന് ഇതിനെപ്പറ്റി അവയർനെസ് കിട്ടാൻ കഴിയാം. എത്ര അധ്യായമുണ്ട്? 24 അധ്യായം. എത്ര വാക്യമുണ്ട്? 1151 വാക്യമുണ്ട്. അപ്പൊ 1151 വാക്യം എന്ന് പറയുമ്പോൾ നോക്ക, ലേഖന സുവിശേഷങ്ങൾ വെച്ച് എത്ര സുവിശേഷങ്ങളുണ്ട്? 4 സുവിശേഷം. 4 സുവിശേഷങ്ങൾ വെച്ച് ഏറ്റവും വലിയ വാക്യമുള്ള സുവിശേഷമാണ് ഏതാ? ലൂക്കോസ് സുവിശേഷം. 1151 വാക്യമുണ്ട്. എന്നാൽ മത്തായി സുവിശേഷത്തിന് 1071 ഉള്ളൂ. മാർക്കോസ് 678 ഉള്ളൂ. യോഹന്നാൻ സുവിശേഷത്തിൽ 879 ഉള്ളൂ. പിടികിട്ടിയെന്ന് വല്ല പിടികിട്ടിയില്ല. ഒന്ന് ഞാൻ ആവർത്തിക്കാം. ഒന്ന് മത്തായി സുവിശേഷത്തിനകത്ത് 1071 വാക്യം, മാർക്കോസ് സുവിശേഷത്തിനകത്ത് 678 വാക്യം, യോഹന്നാൻ സുവിശേഷത്തിൽ 879 വാക്യം. മത്തായി സുവിശേഷത്തിൽ 28 അധ്യായമുണ്ട്. മാർക്കോസ് സുവിശേഷത്തിന്റെ 16 വാക്യമുണ്ട്. ലൂക്കോസ് സുവിശേഷം 24 അധ്യായമുണ്ട്. അപ്പോൾ തന്നെ യോഹന്നാൻ സുവിശേഷത്തിനകത്ത് എത്ര? 21 അധ്യായമുണ്ട്. അപ്പൊ ഈ 4 സുവിശേഷത്തിനകത്ത് വെച്ച് ഏറ്റവും വലിയ സുവിശേഷമാണ് ഈ ലൂക്കോസ് സുവിശേഷം. 1071 വാക്യം അടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന ആ യാഥാർത്ഥ്യം 1151 വാക്യം. ഈ 1151 വാക്യത്തിനകത്ത് കിടക്കുന്ന വെളിപ്പാടെന്ന് പറഞ്ഞത് കുടുംബങ്ങളെ രണ്ടുപേരെ പരിചയപ്പെടുത്തി കൊടുക്കാൻ എന്ന വാക്ക്. രണ്ട് ഇമ്പോസിബിൾ എന്ന വാക്കാണ്. 2 കുടുംബത്തെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 2 കുടുംബം നമ്മെ നോക്കി പറയും പാസ്റ്റർ അസാധ്യമാണ്. എന്താണ് അസാധ്യം? നടക്കാൻ സാധ്യതയില്ല. അപ്പൊ ദൈവം പറഞ്ഞു നടക്കും. അപ്പൊ നമ്മുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുമോ പാസ്റ്റർ? കിട്ടും. പിറ്റേ ദിവസം വന്ന് പറയും നടക്കുമോ? നടക്കും. വീണ്ടും പറയും എങ്ങനെ നടക്കുമെന്ന് ചിന്തിക്കട്ടെ. അവ 2 പേരും വന്ന് പറയാ എലിസബത്തും ശരിയാവെന്ന് പറഞ്ഞു നടക്കത്തില്ല. സ്വർഗം പറയും നടക്കുമെന്ന് പറഞ്ഞ വാക്കാണ്. ഇനി അത് മറിയുമെന്ന് പറഞ്ഞ് നടക്കത്തില്ല. കല്യാണം കഴിക്കാതെ നടക്കും, നടക്കത്തില്ല. അപ്പൊ 2 പേരും പറഞ്ഞു നടക്കത്തില്ല. പക്ഷെ 2 പേരുടെ ഒറ്റ ദൂത് നടക്കും. സഭയോട് പരിശുദ്ധാത്മ പറഞ്ഞ വാക്കാണ് നടക്കും. പറഞ്ഞു സഭയോട് നമ്മുടെ കുടുംബത്തെ നോക്കി പറയും നടക്കും. നമ്മുടെ തലമുറയെ നോക്കി പറയും നടക്കും. നമ്മുടെ സഭയെ നോക്കി പറയും നടക്കും. നമ്മുടെ ജീവിതത്തോട് നടക്കും. തലമുറ നോക്കി പറ നടക്കും നടക്കും. അത് പിശാച് പറയും നടക്കത്തില്ലെന്ന്. ലോകം നടക്കത്തില്ലെന്ന്. ശാസ്ത്രം നടക്കത്തില്ലെന്ന്. ബന്ധുക്കളോ നാട്ടുകാരോ വീട്ടുകാരോ നിയമപാലകരോ പറയും നടക്കത്തില്ലെന്ന്. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു കുഞ്ഞെ നടക്കും. അവ എന്നെ കൊണ്ട് അസാധ്യമായത് വല്ല കാര്യമുണ്ടോ എന്ന് പറയുന്ന സ്ഥാനത്ത് ഇപ്പൊ വായിച്ച സങ്കീർത്തന ഒരു വാക്യം അകത്ത് കയറി വരും. ഒന്ന് നോക്കിയപ്പോ 78 സങ്കീർത്തനത്തിൽ 19ാമത്തെ വാക്യം വായിച്ചിട്ട് ആദ്യം 19ാമത്തെ വാക്യം വായിച്ച് 19ാമത്തെ വാക്യം ആദ്യം വായിച്ച് മതി. കഴിയുമോ? ദൈവത്തിന്റെ സർവാധിപത്യത്തെ തൊട്ട വിശ്വാസികൾ എന്ത് ചെയ്യാ? ചോദ്യം നോക്കി. ദൈവത്തിന്റെ സർവാധിപത്യത്തെ കേവലം പൊടി നിർത്ത മനുഷ്യൻ എന്ത് ചെയ്യാ? ചോദ്യം ചെയ്യുന്നു. അപ്പോ ദൈവം പറഞ്ഞു കുഴപ്പമില്ല, നീ വായിച്ചേ. അതുകൊണ്ട് എന്താ ദൈവം ചെയ്ത വാക്യം കൊണ്ട് വായിക്കാണ്. അത് വായിച്ചെങ്കിലേ നമുക്ക് ആ പദത്തിന്റെ ഗൗരവം മനസ്സിലാക്കുള്ളൂ. വായിച്ചോ. അതിന്റെ വിശ്വത്ര ഞാൻ പറയാം. അതിന്റെ 26ാമത്തെ വാക്യം കൊണ്ട് വായിച്ചു നോക്കി. ഒരു മിനിറ്റ്. അവരെ ആയുസിനെ വെട്ടിക്കുറച്ച്
വായിച്ചു. ഇത് 33-ാമത്തെ വാക്യം വായിച്ചു. 33-ാമത്തെ വാക്യം. അതുകൊണ്ട് ഏതുകൊണ്ട് ചോദ്യം, ദൈവത്തിന്റെ സർവാധിപത്യത്തെ ചോദ്യം ചോദിച്ചപ്പോൾ ദൈവം അവരുടെ സംവത്സരത്തെയും അവരുടെ ആയുസ്സിനെ എന്ത് ചെയ്തു? വെട്ടിക്കുറച്ചു. അല്പം ഭയമല്ലേ? നമ്മുടെ ഭയമുണ്ടോ? എന്റെ മുഖത്ത് നോക്കിയേ, ഭയം നോക്കി എന്റെ മുഖത്ത് എന്തോ പറഞ്ഞത്? മരുഭൂമി ദൈവത്തിന് ആഹാരം തരാൻ കഴിയുമോ? ദൈവത്തിന് സർവാധിപത്യത്തെ, അവന്റെ വിശ്വസതയെയും അവന്റെ അധികാരത്തെയും പൊട്ട മനുഷ്യൻ ചോദ്യം ചെയ്തപ്പോൾ ദൈവമോ അവരെ ആ സംവത്സരങ്ങളെയും അവരെ ആയുസ്സിനെ വെട്ടിക്കുറച്ചു. ദീർഘവർഷങ്ങൾ നിന്ന് നന്മ അനുഭവിച്ച് തേജസ്സോടെ ജീവിക്കേണ്ടവരെ ആയുസ് വെട്ടിക്കുറച്ചു. ഇതിനെ അവരെ ഒന്നും പറയുക, ദൈവം നമ്മോട് പറഞ്ഞ കാര്യത്തോട് അവിശ്വസ്തത എന്ന ശബ്ദം വരാതെ വന്ന് വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവർ അവിശ്വാസം നമ്മുടെ അകത്ത് വന്ന് നമ്മുടെ ആയുസ് ദോഷം വരാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാൽ എന്ത് പറയുന്നത് പറ. 969 വർഷം വെട്ടിക്കുറച്ചു. ഈ 120 വെട്ടിക്കുറച്ചു. ഇപ്പൊ എത്രയായി? 70 അല്ലെങ്കിൽ ഏറെയായ 80. അത് വെട്ടിക്കുറച്ചു. ഇപ്പൊ ഏതാ? അപ്പൊ ഇതിന്റെ കാരണം എന്തായിരിക്കും പറഞ്ഞേ? അതെ, മനുഷ്യന്റെ ദൈവത്തോടുള്ള അവിശ്വാസം. ഇത് കൂടുതൽ പ്രാർത്ഥനയായിരിക്കും. സഹോദരി ഇവിടെ വന്നല്ലോ തോന്നായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞത് എന്താ? ദൈവസന്നിധിയിൽ ദൈവ ദൂതൻ എന്ത് ചെയ്യരുത്? അവിശ്വസിക്കരുത്. ഒരു ചെറിയൊരു ചിന്ത വരാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 7-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. ഞാൻ റെഫറൻസ് നോട്ട് ചെയ്ത് വന്ന വിഷയമല്ല, പക്ഷെ എന്റെ ഹൃദയത്തിൽ ഓടി വന്ന വാക്കാണ്. ഒന്ന് വായിക്കാമോ? 7-ാം അധ്യായത്തിലേക്ക് വരാം. 2 രാജാക്ക പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് വരാം. 2 രാജാക്ക പുസ്തകം 7-ാമത്തെ അധ്യായത്തിന്റെ 1-2 വാക്യം പെട്ടെന്ന് വായിച്ച് വേഗത്തിൽ. നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിൽക്കൽ യഹോവ അരുളിച്ചെയ്യുന്നു. ഈ യഹോവ അരുളിച്ചെയ്യുന്ന വാക്ക് ഏലീശ പ്രവാചകൻ കറയില്ലാതെ മറയില്ലാതെ ദാരിദ്ര്യമാകാൻ അവരെ പട്ടിണി മാറ്റാൻ ദൂത് പ്രാപിച്ചു കൊടുത്തപ്പോൾ അടുത്ത വാക്യം വായിച്ചേ. അടുത്ത വാക്യം. രാജൻ അകമ്പടി ശ്രമിക്കുന്ന ദൈവപുരുഷനോട് യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാൽ ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞ് മോങ്ങി ഒരു പരിപാടി. ഞാൻ പ്രസംഗിച്ച പ്രസംഗം എനിക്ക് നല്ല ഉറപ്പാണ്. ഞാൻ ദൂതനെ കുറിച്ച് എനിക്ക് നല്ലൊരു അറിവുണ്ട്. നമ്മൾ വിശ്വാസികൾ എന്ത് പറയുന്നോണ്ടിരിക്കുകയാണ്? പറ. ഈ മോ എന്ന പാദം ഇല്ലായിരുന്നെങ്കിൽ എന്നെ നിങ്ങൾ എത്തേണ്ട സമയത്ത് എത്തേണ്ടല്ലോ. ശരിയല്ലേ? ഞാൻ ഈ പറഞ്ഞ വെളിപ്പാട്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വെളിപ്പാട് നിങ്ങൾ മോ പറയാതെ ഏറ്റെടുത്തിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് ആരായി മാറുമായിരുന്നു? എന്തായി മാറുമായിരുന്നു? തിരുത്താൻ പറയിച്ചില്ല, അത് നിങ്ങളുടെ പക്ഷത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് അത് ഏറ്റെടുത്ത മോ പറഞ്ഞാൽ പണി കിട്ടും. 10-ാമത്തെ വാക്യം വായിച്ചു. രാജകുമാരൻ അങ്ങനെ അവർ പട്ടണവാതിൽക്കൽ ചെന്ന് കാവൽക്കാരനെ വിളിച്ചു. ഞങ്ങൾ അരാം പാളയത്തിന് പോയിരുന്നു. അവരുടെ വാക്കെടുപ്പ് വായിക്കണം. ചാപ്റ്റിക്കൊണ്ടാണ് അത് വായിക്കും. അഹബടി സേവിക്കുന്നവനെ ജനം എന്ത് ചെയ്തു? വായിക്കേ. വായിക്കേ, ഉറക്ക വായിക്കേ. ആര് ചവിട്ടി കളഞ്ഞെന്നാണ്? ആണോ? അങ്ങനെ തലേ ദിവസം ദൂത് പോകുന്ന ദൈവം നാളെ നിങ്ങൾ പട്ടിണി മാറ്റും, നിങ്ങളുടെ വിഷമം മാറ്റും, നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറ്റും,
നിങ്ങളെ ഉയർത്തും, നിങ്ങളുടെ ആശ്വാസമാകും. കുറെ വർഷമായിട്ട് പല്ലിളക്കയില് കഴിഞ്ഞ തലയും കഴിച്ച് പ്രാകാഷ്ടം കഴിച്ച് ഒരു പരിവമായി നിൽക്കുന്ന നിങ്ങൾ സ്വന്തം കുഞ്ഞിനെ പോലെ പുഴുകി തിന്നത്തക്കവണ്ണമുള്ള വിശപ്പ് വന്ന് നിങ്ങളെ പട്ടിണി മാറ്റം നാളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് പരിപാലിക്കലാകാൻ തരുമെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അത് ജനമെല്ലാം പറഞ്ഞ വാക്ക് സ്വത്രം പറഞ്ഞപ്പോൾ ഒരുത്തൻ മാത്രം നടക്കാൻ സാധ്യതയില്ല. യഹോവ സ്വർഗ്ഗത്തിൽ കിളിവാതിൽ തുറന്നാൽ ഈ കാര്യം സാധിക്കുമോ എന്ന അവിശ്വാസവും ദൈവത്തെ സർവാധിപത്യത്തെ ചോദ്യം ചെയ്തപ്പോൾ തമ്പുരാൻ പറഞ്ഞ വാക്കാണ് ഒന്ന് വെയിറ്റ് ചെയ്യ്. ദൈവത്തിന് പ്രവാചകൻ പറഞ്ഞു, കുഞ്ഞ് നീ അത് കാണും, പക്ഷെ നീ അത് അനുഭവിക്കില്ല. ജനം എന്ത് ചെയ്തു? അവനെ ചവിട്ടി, അവൻ മരിച്ചു. തലേ ദിവസം ദൂത് വന്നത് സെയിം ടൈമിൽ പിറ്റേ ദിവസം ദൂത് ഇറങ്ങി വെളിപ്പെടുന്നു. ദൂത് വെളിപ്പെട്ടപ്പോ ഇവൻ ചത്തു. എന്ത് കണ്ടിട്ടാ ചത്തത്? പറഞ്ഞേ. ആഹാരം കണ്ടിട്ടാ ചത്തത്. ഗോതമ്പിന്റെ മണിയും അതിന്റെ നന്മകൾ എണ്ണയൊക്കെ കണ്ടിട്ടാ ചത്തത്. ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ പറയാം, പ്രിയപ്പെട്ടവർ ഹൃദയം തുറന്ന് ആ വെളിപ്പാട് കൈമാറുകയാണ്. സ്വർഗ്ഗം നമ്മളോട് ഒരു അരുളപ്പാട് പറഞ്ഞാൽ ഒരു കാരണവശാൽ അവിശ്വസിക്കരുത്. ഒരു ദൂത് പറഞ്ഞാൽ സംശയിക്കരുത്. ആ ഒരു കാര്യം സംശയിക്കരുത്. പരിശുദ്ധാത്മാവാൻ സംസാരിക്കുന്നത്. യഹോവയുടെ നാമത്തിലാണ് പ്രവാചകൻ പ്രവചിക്കുന്നത്. യേശുവിന്റെ നാമം ചൊല്ലി ആ ദൂത് വരുന്നത്. ആ ദൂത് തെറ്റാകത്തില്ല. ആ ദൂത് റിയലാണ്, യഥാർത്ഥമാണ്. പക്ഷെ എന്റെ നാമം കൊണ്ടോ എന്റെ ഹൃദയം കൊണ്ടോ അത് സംശയിക്കരുത്. എനിക്കറിയാത്തൊരു വ്യക്തി ഇപ്പോൾ ഞാൻ കണ്ടിട്ടില്ല, ഷാദിയിലാണ്. അദ്ദേഹത്തോട് ദൂത് പറഞ്ഞു. ദൂത് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇച്ചിരി പ്രാർത്ഥനക്കാരനും ദൂത് പറയുന്ന വ്യക്തിയായിരിക്കണം. എൻ്റെ സുഹൃത്തിൻ്റെ അനുജനാണ്. അപ്പൊ ദൂത് പറഞ്ഞു. ദൂത് പറഞ്ഞപ്പോൾ പുള്ളിക്ക് അതിനെ ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനിങ്ങനെ മംഗളയിൽ നിന്നും ശ്രീകാര്യത്തെ ചാർജിലോട്ട് വണ്ടി ഓടിച്ചിട്ട് വരുമ്പോഴാണ് എൻ്റെ മൊബൈലിൽ ഒരു ഫോൺ വന്നു. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു, ഞാൻ പാസ്റ്റർ ഇന്ന വ്യക്തിയാണ്, ഞാൻ എന്നെ സ്ഥലത്ത് വിളിക്കുകയാണ്. അതെ പാസ്റ്റർ എത്ര വർഷമാണ് ശുശ്രൂഷ ഇറങ്ങിയിട്ട്? ഞാൻ പറഞ്ഞു ഇത്ര വർഷം. പാസ്റ്റർ എത്ര രക്ഷിക്കപ്പെടുത്തി? കുറെ ക്വസ്റ്റ്യൻ. എന്നിട്ട് എന്റെ ശുശ്രൂഷ എന്ന് ചെറിയൊരു ചോദ്യം ചെയ്തു. ദൂത് മര്യാദ ഏറ്റെടുത്താൽ പോലെ. ഞാൻ പറഞ്ഞു മൊബൈൽ ഫോൺ കട്ട് ചെയ്യാൻ പറഞ്ഞു. സാർ ബ്രദറിനോട് എനിക്ക് എന്ത് ചെയ്യണ്ട, എൻ്റെ ലിസ്റ്റ് പറയേണ്ട ആവശ്യം വിളിക്കാൻ പറഞ്ഞു. ഇതിൻ്റെ അവസാന വാക്കും നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞു. നമുക്ക് പിന്നെ കാണാം. പിറ്റേ ദിവസം പുള്ളി ജോലിക്കാരെയും കൊണ്ട് വണ്ടിയും കൊണ്ട് ഹൈവേ വഴി ഷാർജയിൽ നിന്നും എവിടത്തോ കൊണ്ട് വണ്ടിയും കൊണ്ട് പോകുമ്പോൾ ഏതൊരു ബംഗാളിയോ പാകിസ്ഥാനോ ഇടിച്ചു. അവർ രണ്ടുപേരും മരിച്ചു. അന്ന് രാത്രി പുള്ളി ജയിലില്. ഭാര്യയെ വിളിച്ചു, പാസ്റ്റർ ക്ഷമിക്കണം, അച്ഛൻ എന്തോക്കെ പാസ്റ്റർ ശിശുവിനെ ചോദ്യം ചെയ്തു, അതുകൊണ്ട് ക്ഷമിക്കണം. ഞാൻ പറയും, എന്നോടല്ല ക്ഷമ ചോദിക്കണത്, എനിക്ക് ശുശ്രൂഷ ദൈവത്തോട് ചോദിക്കാൻ പറഞ്ഞു. ആ സഹോദരി ഒത്തിരി പ്രാവശ്യം വെച്ചു പാസ്റ്റർ പ്രാർത്ഥിക്കണം. അവൻ കൊലക്കൂട്ടത്തിന് അവൻ കേസെടുത്തിരിക്കുന്നു, ആകെ പ്രശ്നമാണ്, അവൻ ഇറങ്ങാൻ പാടാണ്. ഞാൻ പറഞ്ഞു, സിസ്റ്റർ എനിക്കറിയത്തില്ല, ഞാനൊരു അഭിഷക്തനാണോ അല്ലെങ്കിൽ എന്റെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണോ എന്ന് അവൻ നിങ്ങൾ മനസ്സിലാക്കാം. അവൻ എന്റെ ചോദ്യം എന്റെ ദൈവത്തെ ചോദ്യമില്ല, ആ ദൈവമാണ് കാരണക്കാരൻ. സ്വന്തം ഇറങ്ങിയെത്തുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ആ മേഖലയോട് പോയിട്ട് അവൻ 3 വാക്ക് പറയരുത്. 3 വാക്ക് പറഞ്ഞാൽ അവൻ ദൂത് നിറവേറും. പക്ഷേ ദൂത് പ്രാപിപ്പാൻ നമ്മൾ കാണത്തില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. മരണം സംഭവിക്കും. അങ്ങനെയാണ് സംഭവിച്ച വാക്ക്. അവൻ അവരുടെ ആയുഷ്യം വെട്ടി കുറച്ചു എന്നാണ്. ഞാൻ ഒന്നുകൂടി പറയാം, നമുക്ക് വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ ആരോട് എന്ത് ചെയ്യരുത്, തിരിച്ചൊന്ന് പറയരുത്. പറഞ്ഞ പണി കിട്ടും. സ്തോത്രം. ഞാൻ അങ്ങ് ചെയ്യുന്ന വ്യക്തിയാണ്. ആരെന്ത് പറഞ്ഞാലും ഞാൻ കേട്ട് ഉണ്ടായി. അതിനെക്കുറിച്ച് വീട്ടിൽ പോയിട്ട് അതിനെ വലിച്ചെങ്കിലും പോസ്റ്റ്മോർട്ടം ചെയ്യാനൊന്നും പോകത്തില്ല. ഓക്കെ, അത് അവരുടെ കാര്യം. നിറവേറുന്ന ദൈവഹിതമാണ് ഗതിയുടെ നിറവേറട്ടെ. പക്ഷെ എന്റെ വാക്കുകൊണ്ട് എന്ത് ചെയ്ത് അതിന് അവിശ്വാസത്തിന്റെ വാക്ക് പറയാൻ അവൻ അനുവദിക്കരുത്. ഞാനെന്തൊരു പറയാ, അവന് പദം പറയാൻ സ്വന്തം.
അപ്പൊ ലൂക്കോസ് 1:80 രണ്ട് കുടുംബത്തെ കുറിച്ച് പറയുന്നു. ആ രണ്ട് കുടുംബത്തിൽ നടക്കേണ്ട അസാധ്യമായ കാര്യമാണ്. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ അത് സാധ്യമാക്കി കൊടുക്കുന്ന മേഖല. ഇന്ന് രാവിലെ 7-ാമത്തെ മാസത്തിന്റെ 14-ാം ദിവസ സഭാരാധനയിൽ ഈ ദൈവമക്കളോട് പറയാ, അസാധ്യമെന്ന് നാം പറയുന്ന സ്ഥാനത്ത് ഒരു കൃപ നമുക്ക് വേണ്ടി ഇറങ്ങി വന്നാൽ അവൻ കൃപയുടെ കണ്ടുകൊണ്ട് കൃപയുടെ കൈകൊണ്ട് കൃപയുടെ ശബ്ദം കൊണ്ട് നമ്മോട് ശബ്ദം ദൂത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൂത് നിറവേറുമെന്ന് ഈ രാവിലെ നമ്മുടെ കുടുംബത്തെ നോക്കി അവൻ നമുക്ക് പറയാം. എന്നോട് പറഞ്ഞ ദൂത് നിറവേറ്റിരിക്കും, തലമുറയോട് പ്രദൂരം നിറവേറ്റിരിക്കും. കരമടിച്ചു പറഞ്ഞാട്ട് അത് അസാധ്യമായ, അത് നടക്കാൻ സാധ്യതയില്ല, നടക്കാൻ സാധ്യതയില്ല. പക്ഷെ അമ്മ പറയുന്നു, അവൻ കൃപ പറഞ്ഞവർ, അവൻ കൃപ ശബ്ദം പറഞ്ഞവർ, അവരത് ചെയ്യാൻ കഴിയും. കൃപയ്ക്ക് ഒരു മാനദണ്ഡമുണ്ട്. കൃപയ്ക്ക് എന്തുണ്ട്? യഹോവ എനിക്ക് വേണ്ടി കൃപ തോന്നണമെങ്കിൽ കൃപയ്ക്ക് ഒരു മാനദണ്ഡമുണ്ട്. മാനദണ്ഡമുള്ളവർക്ക് എന്ത് കൊടുക്കത്തുള്ളൂ? കൃപ കൊടുക്കത്തുള്ളൂ. മാനദണ്ഡമില്ലാതെ കൊണ്ട് നടക്കുന്നവർക്ക് ദൈവം എടുത്തു കൊടുക്കത്തില്ല. 6 മാസം അവിടെ 6 മാസം ഇവിടെയും അവിടെ ആലയത്ത് വരുമ്പോൾ വിശുദ്ധനും ആലയം വിട്ടു പോകുമ്പോൾ അശുദ്ധൻ നിൽക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്നതല്ല കൃപ. കൃപ കൊടുക്കുന്നതിന് ഒരു സിസ്റ്റം ഉണ്ട്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത വ്യക്തി ആരോടോ അവർക്ക് ദൈവത്തിന് കൃപ ലഭിക്കും. ഇവിടെ ഒന്ന് ഓർപ്പിക്കാം, ഇവരൊരു കന്യാസ്ത്രീയാണ്. ഇവരൊരു വെർജിനാണ്. ഇവരൊരു പുരുഷൻ തൊടാനോ പുരുഷൻ സംസാരിക്കാൻ പുറത്തുപോകാനോ കഴിയാത്ത ഒരു കന്യാസ്ത്രീയാണ്, അല്ലെങ്കിൽ നിർമ്മല സ്ത്രീയാണ്. കന്യക സ്ത്രീയാണ്. അവരെന്ത് ചെയ്തിട്ടില്ല? പുരുഷൻ തൊട്ടിട്ടില്ല. വിശുദ്ധ സ്ത്രീയാണ്. അവരെന്താണ് പറയുന്നു? ഞാൻ പുരുഷനെ അറിയാകയാൽ എന്ന് പറഞ്ഞു. അപ്പൊ അത് വെച്ച് നമ്മൾ മനസ്സിലാക്കണം, വളരെയധികം വിശുദ്ധിയെ നിൽക്കുന്ന അവർ എന്തുകൊണ്ട്? കൃപയ്ക്ക് ഒരു മാനദണ്ഡം കിട്ടി. എന്താ മാനദണ്ഡം? കൃപയ്ക്ക് മാനദണ്ഡം ഒരു വിശുദ്ധ സ്ത്രീ എന്ന പദവി ആ മറിയ എന്ന കട്ടുദാർശിക്ക് ഉള്ളത് കൊണ്ട് കൃപ ലഭിച്ചവളെ എന്നൊരു പദം വന്നു. ഇന്ന് രാവിലെ സമയം 1-ാമത്തെ മാനദണ്ഡം എന്താണ്? വിശുദ്ധ ജീവിതമാണ്. പറ്റുമോ? വിശുദ്ധ ജീവിതം നമുക്ക് നടത്താൻ പറ്റുമോ? പറ്റുമോ? എന്തോ പറ്റാൻ സാധ്യത? പറ്റും. ഉറക്കെ പറ്റൂലേ? പറ്റൂ സമയം? പറ്റുമോ? പറ്റില്ലേ? പറ്റില്ല. നിങ്ങൾ ബാബു പറ. റിയലി എക്സാക്ട്ലി പറ്റും. പിന്നെ കൃപയ്ക്ക് താമസമുണ്ടോ? അവിടെ ആരെ പിശാച് പറയണ്ട, മന്ത്രവാദി ശബരിവാദി കൂട്ടുകാരൻ നാട്ടുകാരൻ വീട്ടുകാരൻ സഭക്കാര് കൂട്ടി വിശ്വാസം പറയണ്ട. അത് കൃപയ്ക്ക് ആര് തടസ്സമല്ല, കൃപയ്ക്ക് നാമ തടസ്സം. എന്ത് വിശുദ്ധ ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങി വരുന്നുവോ അന്ന് കൃപ നമ്മുടെ കൂടെ വരികയാണ്. ഈ രാവിലെ വിശുദ്ധ സമാധാനിക്ക് പരിശുദ്ധാത്മാവിന്റെ ഭാഷയിൽ ഞാൻ പറയാ, അത് കൃപ ഇറങ്ങുന്നത് ഒരു മാനദണ്ഡത്തിലാണ്. ആ മാനദണ്ഡമാണ് വിശുദ്ധ സ്ത്രീയായി നിൽക്കുന്ന, ആ കന്യകയായി നിൽക്കുന്ന ആ പ്രിയപ്പെട്ടവരിലേക്ക് കൃപ ലഭിച്ചവരെന്ന് പേരിറങ്ങി. കൃപ എന്ന വാക്ക് ബൈബിളിനകത്ത് ആദ്യമായി പറഞ്ഞത് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ വായിച്ചോ. 8-ാമത്തെ വാക്യം 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലെ കൃപ എന്ന പദം ആദ്യമായിട്ട് ബൈബിളിനകത്ത് പ്രത്യക്ഷപ്പെട്ട വാക്യം വായിച്ചോ. എന്നാൽ കണ്ടീഷനാണ്. എന്നാ എന്ന വാക്കിന് എന്തുണ്ട്? കണ്ടീഷൻ. എന്താ എന്നാ എന്ന വാക്കിന്റെ അർത്ഥം? ആ കാലത്ത് പറഞ്ഞു നമുക്ക് ആ കാലത്ത് നീതിമാനായി ലോകം മാത്രം. അതാണ് എന്നാൽ. കിട്ടിയോ? നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചു അല്ലേ? എന്നാൽ. അപ്പൊ എന്നാൽ വാക്ക് ഓർത്തോണം. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്ത വ്യക്തി എന്നാണ് അതിനർത്ഥം. ഞാൻ ചോദിക്കട്ടെ, എല്ലാവർക്കും അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൽ വിശുദ്ധ ദൈവത്തെ മഹാത്മ്യം പറഞ്ഞേ. എല്ലാവർക്കും അങ്ങ് വാരിക്കോരി അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർ പറയുന്ന പോലെ ഇപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞ് ഇൻസ്റ്റന്റീവായിട്ട് കൊടുക്കുന്നു എന്ന വാക്ക് പറഞ്ഞ് എല്ലാവരും അനുഗ്രഹം കൈ നീട്ടിയാൽ വിശുദ്ധ ജീവിതം നടത്തുന്നവർക്ക് എന്തോ പ്രയോജനം?
മനസ്സിലാവുന്നു? വിശ്വാസമുണ്ടോ? എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ആ വാക്ക് ശ്രദ്ധിക്കണം. നോഹയ്ക്ക് മാത്രമാണോ കൃപ ലഭിച്ചത്? തന്റെ ഭാര്യയ്ക്ക് ലഭിച്ചു, പിന്നെ രണ്ട് മക്കൾക്ക് മറ്റു മക്കൾക്ക്, അങ്ങനെ 8 പേർക്ക്, ആ പെട്ടകത്തിലെ 8 പേർക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. യഹോവയുടെ കൃപ ലഭിക്കാൻ കാരണം ആ കുടുംബം വിശുദ്ധ കുടുംബമാണ്. ഈ ആഴ്ച നമ്മൾക്ക് ആത്മാവിൽ പറയണം. ദൈവസന്നിധിയിൽ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ചിന്ത കൊണ്ടോ കൊടുക്കൽ വാങ്ങൽ കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിള്ളലുകളോ അപജയങ്ങളോ സംഭവിച്ചു പോയി എന്ന് നമ്മുടെ അകത്ത് തോന്നുന്നുവെങ്കിൽ കർത്താവിന്റെ ക്രൂശിന്റെ അടിവാരത്തിലേക്ക് ഓടിപ്പോയിട്ട് ക്രൂശിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കർത്താവേ, അങ്ങനെ ചൊറിയാൻ എന്റെ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിച്ച് എന്നെ ശുദ്ധീകരിക്കണമെന്നൊരു വാക്ക് തമ്പുരാൻ പറഞ്ഞു കഴിഞ്ഞ് കൃപ വരാൻ റെഡിയാതിപ്പോണ്ട്, അനുഗ്രഹം വരാൻ തയ്യാറിപ്പോണ്ട്. കരമടിച്ചു നാൽപ്പത് മതിയമേ, എന്റെ കൃപയ്ക്ക് എന്നിലേക്ക് താമസം വരാൻ കാരണം ഞാൻ തന്നെയാണ്. ഇത് ഞാൻ ദൈവത്തിനോട് വിശ്വസിക്കോട് എന്താണോ ദൈവത്തെ സേവിക്കാൻ നോക്കിക്ക് അവിടെ കൃപ ലഭിച്ചപ്പോൾ വ്യത്യാസമുണ്ടായി. ഈ മറിയെ കണ്ടപ്പോ എലിസബത്ത് പറഞ്ഞു, കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ അങ്ങനല്ലേ വന്നല്ലോ. എന്തിനാ വാക്ക് പറഞ്ഞത്? ഒന്ന് വിശുദ്ധ ജീവിതം, 2 കൃപ സമം പ്രൗഢ. കൃപ പ്രാപിച്ചവൻ എന്റെ അടുക്കലേക്ക് വന്നപ്പോൾ അതിലേക്ക് എന്തായി മാറി? അഭിമാനമായി മാറി. അപ്പൊ കൃപ പ്രാപിച്ചവർക്ക് എന്തോ എപ്പോഴും ഒരു ബഹുമാനം കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ ഇവിടെ തിരുത്തുകയാണ് ആ വാക്കിന്, ഞാൻ കുടുംബത്തിന് വിഷയം തിരുത്തുകയാണ്. ആ ദൂരം കുറിച്ച് മുഖത്തെ നോക്കണം. ദൈവത്തിന്റെ കൃപ ഇന്ന് നിങ്ങൾ പ്രാപിച്ചാൽ ഉപേക്ഷിക്കപ്പെട്ടവരും തകർക്കപ്പെട്ടവരും നമ്മെ മാറ്റി നിർത്താതെ മുമ്പാകെ കുടുംബക്കാരുടെ മുമ്പാകെ നമുക്കൊരു മാന്യതയും ബഹുമാനവും പരിശുദ്ധാത്മാവും മടക്കി തരും. അത് ഞാൻ വെളിപ്പാടിൽ കണ്ടുകൊണ്ട് ഇതോട് ഞാൻ പ്രഖ്യാപിച്ചു പറയുന്നു. അവൻ നമ്മെ വേണ്ടാന്ന് വെച്ചവരുണ്ടല്ലോ, നമ്മെ വിടക്കുന്ന തള്ളിയവരുണ്ടല്ലോ, അവൻ കൃപ പ്രാപിച്ച കൃപ പ്രാപിച്ച് അങ്ങോട്ടേക്ക് കയറി പോകുമ്പോൾ കരവലിച്ചു പറ, ഇത് രാവിലെ ഹോറ അവരുടെ മുമ്പാകെ എന്നെ അവൻ മാന്യതയാക്കി മാന്യതയാക്കി മാറ്റുവാൻ, അവരുടെ മുമ്പാകെ തലവ് നീക്കുവാൻ എന്റെ ദൈവത്തിന് നമ്മോട് കൃപയുണ്ട്. ഈ ബൈബിൾ പറയുന്നു, യഹോവയെ അനുഗ്രഹിക്കപ്പെട്ടവനെ നീ എന്തിനെ പുറത്ത് നിൽക്കുന്നു? കൃപ പ്രാപിച്ചവനെ ഒരിക്കലും എവിടെയല്ല, ഔട്ടല്ല, ഇന്നാണ്, അകത്താണ്, ലഭിക്കുമെന്നാണ്. അതാണ് എലിസബത്ത് വാക്ക്. യേശുവിന്റെ അമ്മ എന്റെ അടുക്കൽ വന്നല്ലോ. ആ പദം അവിടെ പറയും ഓർത്തോണം. കൃപ പ്രാപിച്ചു എന്നൊരു പദം വന്നതുകൊണ്ടാണ് ഇന്ന് രാവിലെ നിങ്ങൾ തിരുത്തണം. നിങ്ങളുടെ ലൈഫിൽ എന്ത് തിരുത്തണം? ഇന്ന് രാവിലെ ആ വെളിപ്പാട് തിരുത്തണം. കർത്താവേ, എന്നെയും അവന് മുമ്പാകെ, എന്നെ ആക്ഷേപിച്ച മുമ്പാകെ, എന്നെ വെട്ടി ദൂരക്കാൻ മുമ്പാകെ എനിക്കൊരു ബഹുമാനം മടക്കി തരത്തക്കവണ്ണം ഇന്ന് സ്വർഗ്ഗത്തിലെ കർത്താവിന്റെ കൃപ എന്നിലോട്ട് ഇറക്കി തരണമേ, എന്റെ കുഞ്ഞിലോട്ട് ഇറക്കണമേ എന്ന് ആത്മാവിൽ പറയുക. നിയോഗം പ്രാപിച്ചവർ പറയൂ, ദൈവം അവിടെ മുമ്പാകെ മാനിക്കുവാൻ സ്മാരിപ്പിക്കുവാൻ അത് സമയമായെന്ന് ഉറച്ച വിശ്വാസം ദൈവമേ ഉണ്ടാകട്ടെ. മൂന്നാമത്തെ വാക്ക്, കൃപ പ്രാപിച്ചവർക്ക്, ആ കൃപ പ്രാപിച്ചവർക്ക് എന്തുണ്ടാകും? പ്രോഗ്രസ്, സ്ഥാന മാറ്റം ഉണ്ടാകും, അപ്ഗ്രേഡാകും. അതുകൊണ്ടാണ് നോഹയ്ക്ക് കൃപ ലഭിച്ചു. കുടുംബത്തിൽ കൃപ ലഭിച്ചപ്പോൾ കൃപ പ്രാപിച്ച നോഹ കൃപ പ്രാപിച്ച ഇടത്തു നിന്നും പൊങ്ങി സമുദ്രനിരപ്പ് 5000 അടി പൊക്കം നിൽക്കുന്ന ഈ അരരാത്ത് പർവ്വത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യാം? ആ ഉറപ്പിച്ചു. അതോ എന്ത് ചെയ്തു? ശപിക്കപ്പെട്ട ഇടത്തു നിന്നും കൃപ ഇറങ്ങി വന്നപ്പോൾ അവിടെ നിന്നും പോക്കിക്കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഇടത്തേക്ക് കൊണ്ടുപോയി കഥ ഉറപ്പിച്ചു എന്നാണ് വിശ്വസിക്കാവുന്ന സമയം. നമ്മൾ ചില ദൂതുകൾ നമ്മുടെ തലമുറയോട് കൂടെ ദൂത് കിടപ്പുണ്ട്.
ആ ദൂതന് ദൈവം ഈ ദിവസം നിറവേറ്റാൻ പോകുക. ദൈവജന മേഖലയിൽ നിന്ന് മറ്റൊരു ഇടത്തേക്ക് അത് കൃപ പ്രാപിച്ചവരെ അവിടെ ഇട്ട് നശിപ്പിക്കില്ല. കൃപ പ്രാപിച്ച അവരെ വ്യാകുലപ്പെടുത്തുകയില്ല. അത് ദൈവം ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തിലേക്ക്, ഒരു ദേശത്ത് മറ്റൊരു ദേശത്തേക്ക്, ഒരു പട്ടണത്തിൽ മറ്റൊരു പട്ടണത്തിലേക്ക്, ഒരു ഇടത്തിന് മറ്റൊരിടത്തേക്ക് ദൈവം പ്രാപിച്ചിട്ട് മാനിക്കുവാൻ ദൈവത്തിന് കഴിവുണ്ട്. വിശ്വാസത്തോടെ ആ കല പഠിച്ച പോരാ. ഹൃദയത്തെ കുറിച്ചു വെച്ചോ. ദൈവാത്മ ഈ ദിവസങ്ങൾ ചില അനക്കങ്ങൾ വിഷയങ്ങളിലേക്ക് സമയമായി, ചില വിടുതലിന്റെ മാറ്റങ്ങൾ വരുന്ന സമയമായി. കൃപ പ്രാപിച്ച് കരുതുന്നവർക്ക് അവരെ അറിവില്ലാത്തത്, അവരെ ഉൾക്കൊള്ളുവാൻ കഴിയാത്തതായ ചില മേഖലകളിൽ ദൈവിക ഉയർച്ചകൾ വരാൻ സമയമായി. ദൈവം ഞാൻ വെളിപ്പാട് കാണിക്കുന്നുണ്ട്. ആ വെളിപ്പാടിനെ കാണിക്കുന്നുണ്ട്. അനാഥരോട്, വിധവമാരോട് ആ വെളിപ്പാട് കൈമാറുന്നു. ആരും കഴിവില്ലാത്തവരോട് ആ വെളിപ്പാട് കൈമാറുന്നു. ആരും കൈകാണില്ല ചെയ്യാത്തവരോട് ദൈവത്തിന്റെ കൈവറവിലാണ്. Yes, yes, yes. ദൈവം